ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് സൂപ്പർ രസമാണ്. അപ്പൊ ഇത് പഠിപ്പിച്ചെന്നെ അമ്മയാണ്. അമ്മയുടെ രസം സൂപ്പറാണ്. കഴിച്ചു നോക്കിയ പിന്നെ കഴിച്ചോണ്ടേ ഇരിക്കാൻ തോന്നുന്നു. അപ്പൊ നമുക്ക് എന്താ രസം ഉണ്ടാക്കാൻ പോവാം. അപ്പൊ നമ്മള് പാൻ വെച്ചിട്ടുണ്ട്, ഗ്യാസ് ആണ്. ഇപ്പൊ നമ്മൾ എണ്ണ എടുത്തിട്ടുണ്ട്, ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് കടുക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചൽ മുളക് രണ്ടായിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലെ മുറിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് കരിയപ്പൻ എടുത്തിട്ട് ഇത് ഇട്ട് കൊടുക്കാം. പഠിക്കോ ഇനി നമുക്ക് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് വെളുത്തുള്ളി ചതച്ചിടണം. ഞാൻ പറയാതിട്ട് പോയി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ പട്ടി പരക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഇനി നമുക്ക് ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇല്ലെങ്കിൽ മുഴുവനായാലും മതി. നമുക്ക് വീണ്ടും മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ഈ മുളകും ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു ഉണ്ടമുളകിനെ രണ്ടായിട്ട്, വറ്റൽ മുളകിനെ പോലെ രണ്ടായിട്ട് ആക്കി വെച്ചിട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ടിട്ട് ഈ പുളി നമുക്ക് ഇങ്ങനെ നേർവിട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഈ പുളി വെള്ളം മാറ്റി വെക്കാം. ഇനി നമുക്ക് പുളി വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ സാധനങ്ങളൊക്കെ ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. അല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മള് പുളി വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, പുളി ഇട്ട് കൊടുക്കരുത്. അങ്ങനെ നമ്മള് പുളിവെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി അടുത്ത ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ രസം ഇത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഉപ്പിടാൻ മറന്നൊക്കെ നമുക്ക് ഇത്തിരി ഉപ്പിടാം. ഇനി അല്പം ടേബിൾ സ്പൂൺ ഇത്തിരി ഉപ്പെടുക്കാം. നമ്മൾ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചാണ് കുറച്ചും കൂടി ഉപ്പിട്ടത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഗ്യാസ് ഇത്തിരി കൂട്ടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് കുറച്ച് കായം ഇട്ട് കൊടുക്കാം. ഇപ്പൊ നല്ല രസത്തിന്റെ മണം വന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ആണ് പേപ്പർ ഇടുന്നത്. നമുക്ക് പേപ്പർ ഇട്ട് കൊടുക്കാം. ബാക്കി അമ്മ ചെയ്യാം, കറക്കാൻ പറ്റില്ല. കുറച്ച് ടേസ്റ്റോ അടിപൊളി അടിപൊളി രസം ഗൈസ്. നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
കറക്റ്റ് എരിവും പുളിയൊക്കെ ഉണ്ട്. തിളച്ച് റെഡി ആകുമ്പോ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിയില നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവിടെ മല്ലിയില. ഇനി നമുക്ക് ഈ മല്ലിയില ഫുള്ള് ഇട്ട് കൊടുക്കാം. നമ്മുടെ രസത്തിന്റെ മെയിൻ സാധനമാണ് മല്ലിയില. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ രസം നമ്മൾ അങ്ങനെ ഫൈനൽ റിസൾട്ടാണ്. ഈ രസത്തിന്റെ രസം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യേണ്ടതാണ്. ടേസ്റ്റ് ചെയ്യുന്ന സാധനം അടിപൊളി. അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ആണ്. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ രസം. അപ്പൊ നിങ്ങൾ ഈ രസം കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. സൂപ്പർ ആണ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.